വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇതൊരു നൈറ്റ് സ്കിൻ റൊട്ടീനായിട്ടാണ്. അപ്പം ഞാൻ ചെയ്യുന്നൊരു സ്കിൻ കെയറാണ് ഇന്ന് നൈറ്റിൽ, ഞാൻ രാത്രി ചെയ്യുന്നതാണ്. അപ്പോൾ മസ്റ്റായിട്ട് വേണ്ടത് നമുക്ക് വെള്ളമാണ്. അപ്പോൾ നിർബന്ധമായിട്ട് നിങ്ങൾ സ്കിൻ കെയർ ഒക്കെ ചെയ്യുകയാണെങ്കിൽ മസ്റ്റായിട്ട് നമ്മൾ വെള്ളം കുടിക്കണം, രാത്രിയും കുടിക്കണം. നമ്മളെ ബെഡിൻ്റെ അടുത്ത് നമ്മളൊരു കുപ്പിയിൽ വെള്ളം മസ്റ്റായിട്ട് കൊണ്ടുവെക്കും വേണം. നമ്മൾ വെള്ളം കുടിക്കുന്നതിലൂടെ നമ്മളെ സ്കിന്നിന് ഒരുപാട് മാറ്റം വരാണ്. നാച്ചുറൽ ഗ്ലോ കിട്ടും, നാച്ചുറൽ ബ്രൈറ്റ് കിട്ടും. എന്നിട്ടേ നമ്മൾ ഈ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കാര്യമുള്ളൂ. ഒരിക്കലും നമ്മൾ വെള്ളം കുടിക്കാണ്ട് വെറും കാണുന്ന പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ വാങ്ങി യൂസ് ചെയ്തിട്ടൊന്നും കാര്യമില്ല. നമുക്ക് നമ്മളെ സ്കിൻ കെയറിൽ മെയിനായിട്ട് വേണം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ വെള്ളം മസ്റ്റായിട്ട് വേണ്ടതാണ്. അപ്പോൾ ഞാൻ വെള്ളം നല്ലോണം കുടിച്ച് കഴിഞ്ഞ് പിന്നെ ഞാൻ ബ്രഷാക്കാനും മുഖം ഫേസ് വാഷ് ഇട്ട് കഴുകുകയും ചെയ്യാം. അപ്പോൾ ബ്രഷാക്കിയതിന് ശേഷം ഞാൻ ബ്രഷാക്കി എൻ്റെ നൈറ്റ് ഡ്രസ്സ് ഇട്ടതിന് ശേഷം മാത്രമേ ഞാനൊരു സ്കിൻ കെയർ ചെയ്യുള്ളൂ. അപ്പോൾ ഞാൻ ബ്രഷാക്കിയിട്ടും ഫേസ് വാഷ് ഇട്ടിട്ടും വരാം. എന്നിട്ട് നമുക്ക് അടുത്ത പ്രൊഡക്റ്റിനെ പറ്റി പറയാം. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ പറയാൻ മറന്ന പോലെയാണ്, എൻ്റെ സ്കിന്ന് നോർമൽ സ്കിൻ ടൈപ്പാണ്. അപ്പോൾ ഞാനിന്നിവിടെ യൂസ് ചെയ്യുന്നത് ഒരു നോർമൽ സ്കിൻ ടൈപ്പിൻ്റെ സ്കിൻ പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഞാൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഞാൻ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റുകൾ ഒരിക്കലും നിങ്ങൾ യൂസ് ചെയ്യരുത്. കാരണം നിങ്ങളെ സ്കിൻ ടൈപ്പ് അറിയാണ്ട് ഒരു കാരണവശാലും നിങ്ങൾ സ്കിൻ കെയർ ചെയ്യാൻ പാടില്ല. കാരണം അത് സ്കിന്നിനെ വളരെ മോശത്തിലാക്കും. നമുക്കില്ലാത്ത പ്രോബ്ലം നമ്മളെ സ്കിന്നിനെ ബാധിക്കും. അപ്പോൾ അതിന് നമ്മളെ സ്കിൻ ടൈപ്പ് തിരിച്ചറിയുന്ന ഒരു വീഡിയോ ഞാൻ ഓൾറെഡി എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം, വേണമെങ്കിൽ ഞാൻ എവിടെയെങ്കിലായിട്ട് സ്ക്രീനിലും കൊടുക്കാം. അപ്പോൾ നിങ്ങൾ അത് കാണാത്തവർ ജസ്റ്റ് നിങ്ങൾ എന്താക്കുക, എൻ്റെ ഈ ഒരു സ്കിൻ കെയർ കാണുന്നതിന് മുന്നേ നിങ്ങൾ എന്താക്കുക, ആ ഒരു വീഡിയോ പോയി കാണാം. ഒരു സ്കിൻ ടൈപ്പിൻ്റെ വീഡിയോ പോയി കണ്ടിട്ട് അത് മനസ്സിലാക്കിയതിന് ശേഷം പിന്നെ ഞാൻ വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, സ്കിൻ കെയർ ഫോർ ബിഗിനേഴ്സ്. അതായത് നമ്മൾ ഇതുവരെ സ്കിൻ കെയറും കാര്യങ്ങളൊന്നും ചെയ്തില്ല, ഇനി നമ്മൾ അത് സ്കിൻ കെയർ അതിൻ്റെ ഓർഡറിനനുസരിച്ചും ചെയ്തില്ല, അവിടെ ഇവിടെ ആയിട്ടാണ് ചെയ്തതെങ്കിൽ അതും ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആ ബിഗിനേഴ്സിന് സ്കിൻ കെയറിൻ്റെ വീഡിയോ പോയി കാണാം. അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എന്നിട്ട് അത് രണ്ടും നിങ്ങൾ കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ എൻ്റെ സ്കിൻ കെയർ കാണാം. അപ്പം ഞാൻ ആദ്യം പറഞ്ഞുതരാം, ഞാനൊരു നോർമൽ സ്കിൻ ടൈപ്പാണ്. അപ്പം ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നതൊക്കെ നോർമൽ സ്കിൻ ടൈപ്പിൻ്റെ പ്രൊഡക്റ്റ് ആയിരിക്കും. പിന്നെ ഓൾ സ്കിൻ ടൈപ്പിൻ്റേതാണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഈ ഓൾ സ്കിൻ ടൈപ്പെന്ന് നമ്മൾ കൊടുത്താലും ഈ സെൻസിറ്റീവ് സ്കിന്നുകാർ ഭയങ്കര ശ്രദ്ധിക്കണം. സോറി, ഞാൻ വിഷയത്തിൽ നിന്ന് മാറിപ്പോവാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ സ്കിന്നിൻ ഏത് ടൈപ്പാണ് തിരിച്ച്. അപ്പം ഞാനിവിടെ മമാഅർത്തിൻ്റെ റൈസ് ഫേസ് വാഷാണ് യൂസ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഐ തിങ്ക് ഒരു മാസമൊക്കെ ആയി. എനിക്ക് നല്ല റിസൾട്ട്. ഞാൻ ഇപ്പം മമാഅർത്ത് ഐ തിങ്ക് എനിക്ക് തോന്നുന്ന ഒരു 2-3 വർഷമായിട്ട് വെറും ഞാൻ മമാഅർത്തിൻ്റെ ഫേസ് വാഷ് തന്നെ യൂസ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഈ മമാഅർത്തിൻ്റെ തന്നെ വിറ്റാമിൻ സി ഫേസ് വാഷാണ് യൂസ് ചെയ്തത്. പിന്നെ ഞാൻ മിൽട്ടിയിലേക്ക് മാറ്റി. ഇപ്പം ഞാൻ റീസെൻ്റ്ലി ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് റൈസ് ഫേസ് വാഷ്. ഇത് ഉപയോഗിക്കാൻ കാരണം തന്നെ ഇതിൽ റൈസ് വാട്ടറും ഉണ്ട്, പിന്നെ നിയാസിനമൈഡുമാണ്. അപ്പോൾ നമുക്ക് നമ്മളെ സ്കിന്നൊരു ഗ്ലോയും ഗ്ലാസിയും ബ്രൈറ്റും പിന്നെ നമ്മളെ ഈ ഒരു ഡാർക്ക് സ്പോട്ടൊക്കെ ഈ ഒരു ഫേസ് വാഷ് കൊണ്ട് മാറ്റി കിട്ടും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ മുഖം അപ്പോൾ നമ്മൾ മുഖം നല്ലോണം ഫേസ് വാഷ് ഇട്ട് വാഷ് ചെയ്ത് മുഖം നമ്മൾ ഫേസ് വാഷ് ഇട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു നല്ലൊരു ഡ്രൈ ആയിട്ട് കർച്ചീഫ് എടുക്കുക. എന്നിട്ട് ജസ്റ്റ് നമ്മളെ മുഖം നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ ഒപ്പിയെടുക്കുക. ഒരിക്കലും നമ്മളെ സ്കിന്നിനെ വെച്ച് വരുതാത്ത് ജസ്റ്റ് നമ്മൾ ഈ വെള്ളത്തിനൊന്ന് ജസ്റ്റ് ഒപ്പിയെടുത്ത് പോക്കിയെടുക്കാം. അപ്പോൾ പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് സിറം. ഇതും ഞാൻ ഉപയോഗിക്കുന്നത് ഡെർമാഡോക്കിൻ്റെ 100% നിയാസിനമൈഡ് സിറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നിങ്ങൾ കാണുന്നുണ്ടോ എന്നുള്ളതറിയില്ല. അപ്പം ഇതും നമ്മളെ സ്കിന്നിൽ നല്ലൊരു ബ്രൈറ്റും പിഗ്മെൻറ്റേഷനും ഡാർക്ക്നെസ്സും ഒക്കെ മാറ്റി കിട്ടും. നമ്മളെ സ്കിന്ന് നല്ലൊരു ഗ്ലോ ആയി കിട്ടും. പിന്നെ ഇതും എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാൻ പറ്റുന്ന കേട്ടോ. ഇതിൽ മെയിനായിട്ട് അടങ്ങിയ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നിയാസിനമൈഡാണ്. അതും 10%. അപ്പം നമ്മൾ സിറം യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും നമ്മളെ കയ്യിലെടുക്കരുത്. നമ്മളെ ഫേസിൽ നമ്മൾ 1 ഡ്രോപ്പോ 2 ഡ്രോപ്പോ ഉപയോഗിക്കാം. അപ്പം
നമ്മളെ ഫേസിൽ നമ്മളിങ്ങനെ ആക്കുക, കൈമലാക്കാണ്ട്. എന്നിട്ട് നമ്മളെ സ്കിന്നിനെ നമ്മൾ വെച്ച് ഒരുതാണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒപ്പിയെടുക്കുക, അല്ലെങ്കിൽ ജെല്ലി മസാജ് ചെയ്തെടുക്കുക, സ്മൂത്തി ആക്കിയിട്ട് കൊടുക്കുക നല്ലോണം. അപ്പോൾ നമ്മൾ സിറം അപ്ലൈ ചെയ്തിട്ട് ഒരു 1 മിനിറ്റോ 2 മിനിറ്റോ കഴിഞ്ഞിട്ട്, അത് നമ്മളിനി എന്ത് പ്രൊഡക്റ്റ് നമ്മൾ സ്കിന്നിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിലും നമ്മളൊരു 1 മിനിറ്റോ 2 മിനിറ്റോ കഴിഞ്ഞിട്ട്, ഇപ്പം നമ്മളിപ്പം സിറം അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് അടുത്തത് നമ്മൾ ചെയ്യാവുള്ളൂ. അപ്പോൾ അത് എന്നാലേ നമ്മളെ സ്കിന്നിന് അത് പിടിക്കുള്ളൂ. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പാണ് നമ്മൾ മോയ്സ്ചറൈസറാണ് ഇടുക. അപ്പം ഞാനിവിടെ മാമഅർത്തിൻ്റെ മോയ്സ്ചറൈസറാണ്, ഹൈഡ്രാ ഫുൾ മോയ്സ്ചറൈസറാണ്. അപ്പോൾ ഇത് ഓയിൽ നമ്മളെ സ്കിന്നിലെ ഓയിലിനെയൊക്കെ നിലനിർത്താൻ പറ്റും. പിന്നെ ഞാൻ പറയുന്നത് കോമ്പിനേഷൻ സ്കിന്നുള്ളവർക്ക് ഏറ്റവും ബെസ്റ്റാണ് ഈ ഒരു മോയ്സ്ചറൈസർ കേട്ടോ. ഹൈഡ്രാ ഫുള്ളാണ് മോയ്സ്ചറൈസർ. നല്ലൊരു ബീട്രൂട്ട് ഹൈഡ്രോളിക് ആസിഡ് അടങ്ങിയതാണ്, ബീട്രൂട്ടും ഹൈഡ്രോളിക് ആസിഡും അടങ്ങിയതാണ്. അപ്പോൾ നമ്മളെ സ്കിന്നിനെ നല്ലൊരു ഗ്ലോ തരാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി കോമ്പിനേഷൻ സ്കിന്നുകാർക്ക് ബെസ്റ്റാണ്. അപ്പോൾ ഇത് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ സിറം അപ്ലൈ ചെയ്ത് 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ സ്കിന്നിൽ ജസ്റ്റ് നമ്മളിവിടെ ഒരു സ്പ്രേ അടിക്കുന്ന പോലെ ഇങ്ങനെ ആക്കി കൊടുക്കും. എന്നിട്ട് നമ്മൾ സ്കിന്നിനെ നമ്മൾ നല്ലോണം മസാജ് ചെയ്തെടുക്കുക. നല്ല മണമുണ്ട് കേട്ടോ. നല്ലോണം ഇതും കഴിഞ്ഞിട്ട് ഒരു 2 മിനിറ്റോളം നമ്മൾ ജസ്റ്റ് ഒന്ന് കഴിഞ്ഞിട്ടേ നമ്മൾ അടുത്ത പ്രൊഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യുള്ളൂ കേട്ടോ. അപ്പം ഇത് നല്ലോണം മസാജ് ചെയ്ത് കൊടുക്കുക. നല്ലോണം നമ്മളെ ഈ കണ്ണിൻ്റെ എവിടെയൊക്കെയുള്ള നല്ലോണം മസാജൊക്കെ ചെയ്ത് കൊടുത്ത് നമ്മളെ സ്കിൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡെർമാഡോക്കിൻ്റെ കോജിക് ആസിഡ് 2% കോജിക് ആസിഡുള്ള നൈറ്റ് ക്രീമാണ് യൂസ് ചെയ്യൽ. അപ്പോൾ ഇതും നമ്മളെ സ്കിന്നിന് കോജിക് ആസിഡ് അടങ്ങിയത് കൊണ്ട് നല്ലൊരു ബ്രൈറ്റും പിന്നെ നമ്മളെ സ്കിന്നിലെ ഡാർക്ക് സ്പോട്ടും പിന്നെ അൺഇവൻ സ്കിൻ ടോണൊക്കെ തരും. അപ്പം ഇത് ബ്രൈറ്റ്. അപ്പോൾ ആ നൈറ്റ് ക്രീമോയോട് യൂസ് ചെയ്യുമ്പോഴത്തേനും നമ്മുടെ സ്കിൻ കെയറിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി ലാസ്റ്റ് സ്റ്റെപ്പാട്ടോ. ലാസ്റ്റ് സ്റ്റെപ്പായ ലിപ്പ് മാസ്ക് ആട്ടോ. ഇത് സ്ലീപ്പിംഗ് ലിപ്പ് മാസ്ക് ആണ്. അപ്പം ഇതും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതും കൂടി ഇട്ടാലും നമ്മളെ സ്കിൻ കെയർ റൊട്ടീൻ ഇവിടെ കഴിഞ്ഞു, നൈറ്റ് സ്കിൻ കെയർ റൊട്ടീൻ. അപ്പോൾ ഇത് നമ്മളെ ചുണ്ടിനെ നല്ല സ്മൂത്തിയും നമ്മളെ ചുണ്ടിൻ്റെ ഡാർക്ക്നെസ്സും പിഗ്മെൻറ്റേഷനും ഒക്കെ മാറ്റാൻ സഹായിക്കുന്ന ഒരു ലിപ്പ് മാസ്ക് ആട്ടത്. ഇത് ഗുഡ് വൈബ്സിൻ്റെ ആട്ടോ. ഗുഡ് വൈബ്സിൻ്റെ സ്ലീപ്പിംഗ് ലിപ്പ് മാസ്ക് ആണിത്. അപ്പോൾ നമ്മളെ സ്കിൻ കെയർ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. അപ്പോൾ എൻ്റെ ഒരു സ്കിൻ റൊട്ടീൻ, നൈറ്റ് സ്കിൻ റൊട്ടീനാണ് ഞാൻ ഇവിടെ കാണിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളെ സ്കിൻ ടൈപ്പ് അറിയാണ്ട് ഒരിക്കലും നിങ്ങൾ ഒരു സ്കിൻ കെയർ പ്രൊഡക്റ്റും കാര്യങ്ങളൊന്നും നിങ്ങൾ വാങ്ങി യൂസ് ചെയ്യരുത്. കാരണം അത് നിങ്ങളെ സ്കിന്നിന് ഒരുപാട് ഡാമേജും കാര്യങ്ങളൊക്കെ ആക്കിയെടുക്കും. അപ്പോൾ നമ്മൾ ഒരിക്കലും നമ്മളെ സ്കിൻ ടൈപ്പോ സ്കിൻ കെയറിനെ കുറിച്ചോ അറിയാണ്ട് ഒരു കാരണവശാലും നമ്മൾ സ്കിൻ കെയർ ചെയ്യാൻ പാടില്ല. അപ്പോൾ പറഞ്ഞ പോലെ നമ്മളെ സ്കിൻ കെയറിൻ്റെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. അപ്പം ഞാൻ ഈ സ്കിൻ കെയറിൻ്റെ വീഡിയോ കാണിച്ചതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ ഞാൻ യൂസ് ചെയ്ത ഏതെങ്കിലും പ്രൊഡക്റ്റിൻ്റെ ലിങ്കും കാര്യങ്ങളും ആണെങ്കിൽ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പം എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, പിന്നെ ബെല്ലൈക്കൺ അമർത്തിയാൽ ഞാനിടുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പം അടുത്ത വീഡിയോ വരുന്നതിന് ടാറ്റ ബൈ ബൈ.